ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള എല്ല് കുറച്ച് നേരം ഞാൻ അരിപ്പ് പാത്രത്തിലിട്ട് വെള്ളം നല്ലപോലെ വാർന്നെടുത്താണ്. അത് നമുക്ക് കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എത്ര സവോളയാണോ ഇതിന് ഉപയോഗിക്കുന്നത് അത്രയും സവോള അരിഞ്ഞ് കൈ കൊണ്ടൊന്ന് നമ്മൾ തിരുമ്മി ഒന്ന് വേർതിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് സവോളയും കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കട്ടയായിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എന്താ പറയുക, വറുത്തെടുക്കാനൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിനകത്തുള്ള വെള്ളം തന്നെ മതിയാവും. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് 1.5 കിലോ എല്ലാണ് കേട്ടോ, 2 കിലോ കപ്പയും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് നല്ല പോലെ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് തവി കൊണ്ടൊന്ന് ഇളക്കിയാൽ ഇത്രയ്ക്ക് മിക്സിങ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിത് കുക്കറിനകത്ത് വെന്ത് എടുക്കണം. അപ്പോൾ ഇത് ആ കപ്പയും വെന്ത് വരാനായിട്ട് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം വേവാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് തയ്യാറായി കഴിയുമ്പോൾ നമ്മളൊരു ഇത് വെക്കുക, ഉരുളിയോ നമ്മൾ എന്തിലാണോ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ ആ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ ബീഫിൻ്റെ മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇതിനാവശ്യത്തിനുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇത് വഴട്ടി മൂപ്പിച്ചെടുക്കുക. അതായത് വറുത്തങ്ങ് എടുക്കുന്നതല്ല, നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ ആ സ്മെല്ല് വരുമല്ലോ, നമ്മൾ ആ മൂത്ത് വരുന്ന ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ വെന്ത കപ്പയെ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ച് എടുക്കുക. നമ്മുടേതായ കപ്പ എങ്ങനെ ഉടയ്ക്കുന്നെങ്കിൽ ചിലർ അങ്ങനെ ഇതിപ്പോൾ 2-3 ഇളക്കുമ്പോഴേ ഈ കപ്പ മൊത്തത്തിൽ ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും അതൊന്ന് നമ്മൾ ഉടച്ചെടുക്കുക. നല്ലപോലെ ഇതെല്ലാം കൂടെ മിക്സ് ആയതിന് ശേഷം നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലിനെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കിപ്പോൾ ഇതിനകത്തോട്ട് ആ ഗ്രേവിയോട് കൂടി ആ വെള്ളമുണ്ട്, ആ വെള്ളം കൂടി ഉണ്ട്. സവോളയൊന്നും ഇതിനകത്ത് നമ്മൾ കാണും പോലും ഇല്ല, അതുപോലെ സവോള ഇതിനോട് ആ നെയ്യിനകത്തൊക്കെ കിടന്ന് സവോള വെന്ത് അലുത്ത് കാണും. അതിന് പ്രത്യേകിച്ച് സവോള നമ്മൾ സെപ്പറേറ്റ് വഴറ്റേണ്ട കാര്യം വരുന്നില്ല. ഇനി നമ്മൾ ഇതിനകത്ത് എല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ എല്ലും കപ്പ അല്ലെങ്കിൽ കപ്പ ബിരിയാണി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഈ കപ്പ ഇടുന്ന സമയത്ത് നിങ്ങൾ തേങ്ങ ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് തേങ്ങ നമ്മൾ ഒതുക്കിയെടുക്കുന്നില്ല, അതുപോലെ ചെയ്തിട്ട് ചേർത്തെടുത്തൊന്ന് കുറച്ച് നേരം ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് ആവി കൊണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ എല്ല് ഇട്ട് കൊടുക്കാം. പക്ഷേ കപ്പയും എല്ലും കൂടെ കഴിക്കുമ്പോൾ ഇതുപോലെ വെച്ചിട്ട് കഴിച്ചു നോക്കും, ഭയങ്കര ഒരു ടേസ്റ്റ്, മടുപ്പില്ലാതെ കഴിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.